മലയാളത്തിന്റെ മഹാനടൻ, ഇന്ത്യൻ സിനിമയുടെ ഇതിഹാസം, ദ ഫേസ് ഓഫ് ഇന്ത്യൻ സിനിമ എന്ന് പറയുന്ന ഒരേ ഒരാളെ ഇന്ന് നമ്മുടെ ഇന്ത്യൻ സിനിമയിലുള്ളൂ. അത് നമ്മുടെയൊക്കെ പ്രിയങ്കരനായിട്ടുള്ള മമ്മൂക്ക തന്നെയാണ്. 4ാം തവണയും ദേശീയ പുരസ്കാരം മമ്മൂക്ക കേരളത്തിലേക്ക് കൊണ്ടുവന്നു. ബ്രഹ്മയുഗം എന്ന സിനിമയിലൂടെയാണ് മമ്മൂക്ക ഈ ഒരു അവാർഡ് നമുക്ക് സമ്മാനിച്ചത്. മമ്മൂക്കക്ക് ഈ ഒരു അവാർഡ് കിട്ടിയപ്പം മുതൽ പല ആളുകൾക്കും പല രീതിയിലുള്ള എന്താ പറയുക കുരുപൊട്ടലാണ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നത്. അവാർഡ് പ്രഖ്യാപിച്ച സമയത്ത് ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ വളരെ വൃത്തികെട്ട രീതിയിലാണ് ഓരോരുത്തന്മാരും വന്ന് കമന്റ് ഇടുന്നത്. കാരണം അത് മമ്മൂക്കയുടെ ജാതിയെ ഉൾപ്പെടുത്തിക്കൊണ്ട് വരെ വളരെ മോശമായ രീതിയിലുള്ള കമന്റുകളാണ് കണ്ടത്. ഫസൽ കാരാട്ട് എന്ന് പറയുന്ന ഒരു പരമ ഊളയുണ്ട്. ഇവന്റെ ചില വീഡിയോകൾ കണ്ടാണല്ലോ ഈ പിള്ളേർ വരെ വെറുത്തു പോകും. കാരണം ഇവന്റെ മുഖം കാണുമ്പോൾ തന്നെ ആളുകൾ കാർക്കിച്ച് തുപ്പും. അത്തരത്തിലുള്ള ഒരു വൃത്തികെട്ട നാറി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതായത് മമ്മൂക്കയ്ക്ക് ഇപ്പോൾ ഈ ഒരു ദേശീയ പുരസ്കാരം കിട്ടിയത് നരേന്ദ്രമോദിജിയുടെ ഔദാര്യം കൊണ്ടാണെന്നാണ് ഈ വേട്ടാവളിയൻ പറയുന്നത്. 50 വർഷം മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രിയിൽ സജീവ സാന്നിധ്യമായിരുന്ന മമ്മൂക്ക, അദ്ദേഹം ചെയ്യാത്ത കഥാപാത്രങ്ങളില്ല, അദ്ദേഹം തൊടാത്ത മേഖലകളില്ല. 3 പ്രാവശ്യവും അദ്ദേഹത്തിന് അവാർഡ് കിട്ടുമ്പോൾ BJP അല്ലായിരുന്നു രാജ്യം ഭരിച്ചിരുന്നത്. 2021 തൊട്ട് 2026 വരെ എത്തി നിൽക്കുമ്പോൾ മമ്മൂക്ക ചെയ്തിട്ടുള്ള വളരെ വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങൾ, നൻപകൽ നേരത്ത് മയക്കം, പേരൻപ്, റോഷാക്ക്, കാതൽ ദി കോർ, ഈ സിനിമകളെല്ലാം പോയ വർഷങ്ങളിലെല്ലാം പല വേദികളിൽ പ്രദർശിപ്പിച്ചു. അവസാന റൗണ്ടിൽ എത്തുമ്പോഴത്തേക്ക് പുഷ്പ പോലുള്ള സിനിമകൾക്കൊക്കെ അവാർഡ് കൊടുത്ത് ഈ അവാർഡിന്റെ വില തന്നെ ഇവർ കുറച്ച് കളഞ്ഞതാണ്. പക്ഷെ ഇപ്പോൾ ഒരു നിവൃത്തിയും ഇല്ലാതെ വന്നപ്പോഴത്തേക്ക് മമ്മൂക്കക്ക് ഈ അവാർഡ് കൊടുക്കേണ്ടി വന്നു എന്നുള്ളതാണ് സത്യം. കാരണം അത് കൊടുക്കാൻ ആ ഒരു സിനിമ അല്ലാതെ വേറൊരു സിനിമ അല്ലെങ്കിൽ ബ്രഹ്മയുഗം എന്ന സിനിമയ്ക്ക് മുകളിൽ ചെക്ക് വെക്കാൻ മറ്റൊരു സിനിമ ഇല്ല. അതുകൊണ്ട് അവർക്ക് നിവർത്തിയില്ല അത് കൊടുക്കാതിരിക്കാൻ. അതുകൊണ്ട് അത് കൊടുത്തു എന്നുള്ളതാണ് ഈ വേട്ടാവളിയൻ കാരാട്ട് എന്ന് പറയുന്ന ഈ പരമനായ പറയുന്നതെന്ന് കേട്ടു നിൽക്കും. ഇന്ന മതമായതുകൊണ്ട് മമ്മൂട്ടിയെ ദേശീയ ചലച്ചിത്ര അവാർഡിൽ മോദി പരിഗണിക്കുന്നില്ല എന്ന് സകല മോദി വിരുദ്ധരും ഇവിടെ പാടി നടന്നില്ലേ? അവരൊക്കെ ഇപ്പോ എന്തു പറയുന്നു? രാജ്യത്തെ ഏറ്റവും മികച്ച നടനായിട്ട് മമ്മൂട്ടിയെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. UPA ഭരിച്ച 10 വർഷക്കാലവും ഈ അവാർഡ് മമ്മൂട്ടിയെ തേടി എത്തിയിട്ടില്ല എന്നുള്ളതും സകലരും തിരിച്ചറിയുക. ഇത് മാത്രമാണോ നമ്മുടെ കേരളത്തിലേക്ക് എത്തിയത്? ഏറ്റവും മികച്ച ഛായാഗ്രഹണം ഷഹനാദ് ജലാല്, ഏറ്റവും മികച്ച മലയാള സിനിമ ഫെമിനിച്ച് ഫാത്തിമ, സംവിധായകൻ ഫാസിൽ മുഹമ്മദ്. മറ്റൊരു വാദമുണ്ടല്ലോ, പ്രാദേശികവാദം, മലയാളത്തിലേക്കൊന്നും കിട്ടുന്നില്ലോ, ഒക്കെ ഹിന്ദി എന്നൊക്കെ പറയുന്നവരും കേട്ടുകൊള്ളൂ. ഏറ്റവും മികച്ച പിന്നണി ഗായിക വൈക്കം വിജയലക്ഷ്മി. മലയാള പാട്ടിന് മികവുണ്ടെങ്കിൽ മോദി ഭരണകാലത്ത് നിങ്ങളിലേക്ക് അംഗീകാരങ്ങൾ എത്തിപ്പെടുക തന്നെ ചെയ്യും. അതിലൊന്നും ഒരു മതവും നോക്കൂല, അതിൽ മികവ് മാത്രമേ നോക്കൂ. അതിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് തെളിവ് തന്നെയല്ല ഇത്തവണത്തേക്ക് ദേശീയ ചലച്ചിത്ര അവാർഡൊക്കെ. മറ്റൊരു യാഥാർത്ഥ്യം സകല മലയാളികളും ഉൾക്കൊള്ളുക. 140 കോടി ജനങ്ങളുള്ള ഒരു രാജ്യമാണ് നമ്മുടേത്. അതിൽ നമ്മുടെ സിനിമാ മേഖല എന്ന് പറയുന്നത് വെറും 3.5 കോടി ജനങ്ങളുള്ള ഒരു സിനിമാ മേഖലയാണ്. ചെറുത് തന്നെയാണ്. എന്നിട്ട് നമുക്ക് ഇത്രത്തോളം പരിഗണന കിട്ടുന്നതിൽ ഓരോ മലയാളിയും അഭിമാനിക്കുക തന്നെയാണ് ചെയ്യേണ്ടത്. 3.5 കോടി മലയാളികൾ അഭിമാനിക്കുമ്പോൾ ഇവനെപ്പോലുള്ള ഒരുത്തനെ ഓർത്ത് മലയാളികൾ അപമാനിക്കുകയാണ്. കാരണം ഇവനെപ്പോലുള്ള വേട്ടാവളിയന്മാർ ഇങ്ങനെ വന്നിരുന്നുണ്ട് ഇങ്ങനെ അങ്ങോട്ടോട്ട് കുരച്ചോണ്ട്. കാരണം മോദിജിയുടെയും BJPയുടെയും ഔദാര്യം കൊണ്ടാണ് മമ്മൂക്കാക്ക് അല്ലെങ്കിൽ ഇപ്പം മലയാള സിനിമകൾക്ക് ലഭിച്ചിരിക്കുന്ന അവാർഡെന്നാണ് ഈ വൃത്തികെട്ടവൻ വന്നിരുന്നുകൊണ്ട് കുരയ്ക്കുന്നത്. സത്യത്തിൽ ഇപ്പം മലയാളികൾക്ക് അപമാനം തന്നെയല്ലേ? നിങ്ങൾ തന്നെ പറ. അർഹതയ്ക്കുള്ള അംഗീകാരമാണ് മമ്മൂക്ക ആയാലും കൊള്ളാം ഇപ്പം മലയാള സിനിമയ്ക്ക് ലഭിച്ചിട്ടുള്ള അവാർഡുകൾ. BJP ഒന്നല്ല ഭരിച്ചിരുന്നത്, കോൺഗ്രസ് ആയിരുന്നു ഭരിച്ചിരുന്ന. ആ കാലഘട്ടത്തിൽ 3 ദേശീയ അവാർഡുകൾ കേരളത്തിലേക്ക് മമ്മൂക്ക കൊണ്ടുവന്നിട്ടുണ്ട്. മലയാള സിനിമകൾ, കഥാമൂല്യമുള്ള സിനിമകൾ അന്ന് മലയാള സിനിമകൾ തന്നെയാണ്. ഇന്നും കഥാമൂല്യമുള്ള സിനിമകൾ മലയാള സിനിമ തന്നെയാണ്. ബ്രഹ്മയുഗം പോലുള്ളൊരു സിനിമ ഓസ്കാർ വേദികളിൽ പരിഗണിച്ച് ഇന്ത്യൻ സിനിമയ്ക്ക് കിട്ടിയിട്ടുള്ള വലിയൊരു അംഗീകാരമാണ് മലയാളത്തിൽ നിന്നും മമ്മൂക്ക ചെയ്തിട്ടുള്ള ബ്രഹ്മയുഗം എന്ന സിനിമ. അപ്പം ഇത്രത്തോളം അംഗീകാരങ്ങൾ ലഭിച്ച ഒരു സിനിമയെ തഴയാൻ ഈ അവാർഡ് ജൂറികൾക്ക് സാധിക്കാത്തത് കൊണ്ട് തന്നെ, നിവൃത്തിയില്ലാത്തത് കൊണ്ട് തന്നെയാണ് മമ്മൂക്കായപ്പോൾ ഒരു നടന് ഈ ഒരു അവാർഡ് കൊടുത്തതെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. കാരണം മമ്മൂക്ക എന്ന് പറയുന്ന നടൻ പല പ്രാവശ്യവും അവാർഡുകൾക്ക് അർഹനായിട്ടുള്ള ഒരു മനുഷ്യനാണ്. പക്ഷെ അദ്ദേഹത്തെ പല പ്രാവശ്യവും ചവിട്ടി തള്ളിക്കൊണ്ടാണ് ഈ പുഷ്പ പോലുള്ള സിനിമകൾക്കൊക്കെ അവാർഡ് കൊടുത്തത്. എന്തായാലും ഇതിനുള്ള മറുപടി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾ തന്നെ ഈ വേട്ടാവളിന് കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.